ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ്. വീട്ടിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാലും ഇഷ്ടമാണെങ്കിലല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതാ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കില്ലേ കുരുമുളക് 1 ടീസ്പൂണ്, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, വലിയ ജീരകം 1 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ കൂടി ഇട്ടിട്ടില്ലേ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. റോസ്റ്റായി വന്നിട്ടുണ്ടല്ലോ ഇതിലേക്ക് കറി ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തെടുത്തതിനാലുണ്ടല്ലോ ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഫൈൻ പൗഡറാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു കറീൻ്റെ സ്പെഷ്യൽ മസാല എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഇത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചോപ്പർ എടുത്തിട്ട് അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാന് ഗ്യാസിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഗീ ഇട്ട് കൊടുക്കുക. ഗീ ഒന്ന് മെൽറ്റായി വന്നാൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ആ ഒരു ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൊടുത്തിട്ട് പച്ചമുളകിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്കില്ലേ ചെറുതായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചൂടാവുന്ന വരെ ഒന്ന് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ചെറുതായിട്ടെല്ലാം ആ ഒരു ചിക്കൻ ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ആ ഒരു ഇതിൻ്റെ സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ഇതിലേക്കില്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഒരുപാട് ഗ്രേവി ഉള്ള ഒരു കറിയൊന്നുമല്ല. ഇളക്കുന്ന സമയത്ത് വലിയ വെള്ളമൊന്നും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ വേവുന്ന സമയത്ത് എന്താണ് ആ ചിക്കൻ്റെ ഉള്ളിൽ നിന്നെല്ലാം വെള്ളം ഇങ്ങനെ ഇറങ്ങും. ഇനി ഇതിലേക്കില്ലേ ആവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയൊരു തീയിൽ 15 മിനിറ്റ്സ് ഒന്ന് കുക്കാക്കാൻ വെക്കുക. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കറി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുട്ടിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇതൊരു ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉണ്ടാവുക. ഈ ഒരു കറി ഉണ്ടല്ലോ എന്തിൻ്റെ കൂടിയും മാച്ചാവും. അത്ര ടേസ്റ്റാണ്. ഒരുപാട് മസാല കുത്തുകളൊന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോസായിട്ടും കാണാം. ബൈ.